നല്ല സൂപ്പർ തേക്കാ. മുറിച്ച് വിറ്റ് എങ്ങനെ അടിച്ചാലും 1 ലക്ഷം രൂപ കിട്ടും. ഒപ്പിക്കാം സാറേ. ആരെ? ഞങ്ങൾ ഈ വഴി കൂടെ പോയപ്പോഴേ സാറിൻ്റെ പറമ്പിൽ നല്ലൊരു തേക്ക് നിൽക്കുന്ന കണ്ടായിരുന്നു. അത് വിൽക്കുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. പറമ്പിലെ തേക്ക് വിറ്റ് കാശ് വാങ്ങാനോ? നാട്ടുകാരറിഞ്ഞാൽ ഞങ്ങൾക്ക് അതിൻ്റെ കേട്. അത് വരുന്ന വഴിക്ക് നാട്ടുകാർ പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞായിരുന്നു. എന്നാ ഞങ്ങൾക്ക് കേടാണെന്നോ? അയ്യോ അല്ല, ജന്മിമാരാന്ന് അല്ലേ സാറേ. ഞങ്ങൾക്ക് മരം മുറിച്ച് വയ്ക്കുന്ന ജീവിതമാർഗം. ആ റോഡിൻ്റെ സൈഡിലുള്ള തേക്കുണ്ടല്ലോ, അത് ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ നല്ലൊരു വിലയും തരാം. ഞങ്ങൾക്കൊരു കച്ചവടമാകും. എന്നാ തരും? 20,000. എന്നാ തേക്കല മതിയോ? തേക്ക് വേണ്ടേ? 1 ലക്ഷത്തിൻ്റെ മുതലാ കയറ്റിപ്പിടിയടാ. 25,000. കിട്ടിയാലൊരു തേക്ക് അല്ലെങ്കിൽ ഒരു ഊക്ക് അല്ലയോ? അയ്യോ അങ്ങനല്ല, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. 30,000 സാറ് കനിയണം. ദേ തുക മൊത്തം ഉണ്ട് 30,000 കാശായി. നാളെ രാവിലെ ഞങ്ങൾ വെട്ടിക്കോളാം. 1 ലക്ഷം രൂപയുടെ മുതലാ 30,000 രൂപയ്ക്ക് കിട്ടിയേക്കുന്നത്. അയാളെ മനസ്സ് മറന്നു വരുമ്പോൾ നാളെ തന്നെ അത് വെട്ടണം. നാളെ പറമ്പ് വെളുപ്പിക്കണം. ഇതെന്നാ വയ്യ. അതെന്നാ വയ്യാഞ്ഞിട്ടാ. എടാ നീ ആ ചെടി നനച്ച് കഴിഞ്ഞെങ്കിൽ പോയാ ചാണകം കൊറണ. രാവിലെ പണിയില്ലെന്ന് പറഞ്ഞ് കയറി വന്നിട്ട് ഇപ്പൊ കയറി കിടക്കുവാണ്. ഇവിടുത്തെ അടിമപ്പണി ഞാൻ നിർത്തി. 500 കൂണുവേം തരും അയാളുടെ. ജോയി കാശ് കണ്ടോളൂ അവനോട്.